വചനം 232. വഇദാ ത്വല്ലഖ്തും, നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ, അന്നിസാഅ, സ്ത്രീകളെ, ഫബലഗ്ന, എന്നിട്ടവർ എത്തിയാൽ, പ്രാപിച്ചു, അജലഹുന്ന, അവരുടെ അവധി, ഫലാ തഅ്ദുലൂഹുന്ന, എന്നാൽ നിങ്ങളവരെ മുടക്കിയിടരുത്, അയ്യൻകിഹ്ന, അവർ വിവാഹം ചെയ്യുന്നതിന്, അവർ വിവാഹം ചെയ്യുന്നതിൽ നിന്ന്, അസ്വാജഹുന്ന, അവരുടെ ഭർത്താക്കളെ, ഇദാ തറാദൗ, അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ, ബൈനഹും, അവർക്കിടയിൽ, ബിൽ മഅറൂഫി, മര്യാദയനുസരിച്ച്, സദാചാരം അനുസരിച്ച്, ദാലിക, അത്, യുഅലു ബിഹി, അത് മുഖേന സതുപദേശം ചെയ്യപ്പെടുന്നു, മൻ കാന, ആയിട്ടുള്ളവർക്ക്, മിൻകും, നിങ്ങളിൽ നിന്ന്, യുഅ്മിനു, വിശ്വസിക്കുന്നു, ബില്ലാഹി, അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും, ദാലിക, അത്, അസ്കാലക്കും, നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായതാണ്, വ അത്ഹർ, അധികം വൃത്തിയായതും, വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, വ അൻതും, നിങ്ങളാകട്ടെ, ലാ തഅലമൂൻ, നിങ്ങൾ അറിയുകയില്ല. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. നിങ്ങൾ സ്ത്രീകളെ ത്വലാഖ് അഥവാ വിവാഹമോചനം നടത്തിയിട്ട് അവർ അവരുടെ ഇദ്ദയുടെ അവധി പ്രാപിച്ചാൽ, അവർ അവരുടെ ഭർത്താക്കളെ തങ്ങൾക്കിടയിൽ സദാചാര മര്യാദപ്രകാരം അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ, വിവാഹം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളവരെ മുടക്കിയിടരുത്. ഇത് അഥവാ ഈ കൽപ്പന മൂലം നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു വരുന്നവർക്ക് സതുപദേശം നൽകപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായതും ഏറ്റവും വൃത്തിയായതുമാകുന്നു. അല്ലാഹുവിനറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വിവാഹമോചനം നടത്തിയ ഭർത്താക്കളെയും വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളെയും മറ്റ് ഉത്തരവാദപ്പെട്ടവരെയും പൊതുവിൽ അഭിമുഖീകരിക്കുന്നതാണ് ഈ വചനം. എങ്കിലും സ്ത്രീയുടെ കൈകാര്യം നടത്തുന്ന ബന്ധുക്കളോടാണ് കൂടുതൽ ആഭിമുഖ്യമുള്ളത്. രണ്ടാമതായി, ത്വലാഖ് നടത്തിയ ഭർത്താക്കളോടും ഇദ്ദാകാലത്ത് മടക്കി എടുക്കപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീക്ക് സദാചാര മര്യാദകളെ അതിലംഘിക്കാത്ത വിധം പരസ്പരം തൃപ്തിപ്പെട്ട ഭർത്താക്കളെ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാകരുതെന്നും അതിന് തടസ്സം നേരിടുമാറ് അവരെ മുടക്കിടുവാൻ പാടില്ലെന്നും രണ്ടു കൂട്ടരോടും അല്ലാഹു കൽപ്പിക്കുന്നു. അസ്വാജഹുന്ന അഥവാ അവരുടെ ഭർത്താക്കളെ എന്നു പറഞ്ഞതിൽ വിവാഹമോചനം നടത്തിയ ആദ്യത്തെ ഭർത്താക്കളും പുതുതായി ഭർത്തൃത്വം ഏൽക്കുവാൻ മുമ്പോട്ട് വരുന്നവരും ഉൾപ്പെടുന്നു. ഇരുഭാഗത്തു നിന്നും പരസ്പരം നല്ല നിലക്കുള്ള തൃപ്തി ഉളവായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ബുഖാരി റഹിമഹുല്ല മുതലായവർ ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ നിന്ന് ഈ വചനത്തിലെ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. അതിങ്ങനെയാണ്: മഅ്ഖലു ബിൻ യസാർ റളിയല്ലാഹുവിൻ്റെ സഹോദരിയെ അവരുടെ ഭർത്താവ് ത്വലാഖ് നടത്തി. ഇദ്ദ കഴിയുന്നതുവരെ മടക്കിയെടുക്കാതെ അദ്ദേഹം അവരെ വിട്ടു. പിന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീയോടും സ്ത്രീക്ക് അദ്ദേഹത്തോടും സ്നേഹം തോന്നി. പിന്നീട് ആ സ്ത്രീയെ വിവാഹാലോചന നടത്തിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹവും വിവാഹാലോചന നടത്തുകയുണ്ടായി. അപ്പോൾ മഅ്ഖൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഹേ വിഡ്ഢി, അവളെക്കൊണ്ട് ഞാൻ നിന്നെ ആദരിക്കുകയും അവളെ ഞാൻ നിനക്ക് ഇണയാക്കി തരികയും ചെയ്തു. എന്നിട്ട് നീ അവളെ വിവാഹമോചനം നടത്തുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ തന്നെയാണ്, ഇനി നിന്റെ അടുക്കലേക്ക് അവൾ ഒരിക്കലും മടങ്ങി വരികയില്ല. മഅ്ഖൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്: അപ്പോൾ അദ്ദേഹത്തിന് അവളിലേക്കും അവൾക്ക് അദ്ദേഹത്തിലേക്കുമുള്ള ആവശ്യം അള്ളാഹു അറിഞ്ഞു.
അവൻ വൈദാ തൊല്ലക്തും എന്നുള്ള ഈ വചനം അവതരിപ്പിച്ചു. എൻ്റെ ഈ വിഷയത്തിലാണ് ഇത് അവതരിച്ചത്. ബുഖാരി, തിർമിദി, ഇബ്നു മാജ, അബൂദാവൂദ്. അവതരണ ഹേതു പ്രത്യേക സംഭവമായിരുന്നാലും ആയത്തിലെ വിധി പൊതുവെയുള്ളതു തന്നെ. അപ്പോൾ സദാചാര മര്യാദകൾക്കനുസരിച്ച് പരസ്പരം തൃപ്തി തോന്നിയ ഭർത്താക്കളെ വിവാഹം കഴിക്കുന്നതിന് സ്ത്രീകളെ അനുവദിക്കാതെ അവരുടെ കൈകാര്യക്കാരോ അഥവാ വലിയുകളോ മറ്റാരെങ്കിലുമോ അവരെ കുടുക്കിലാക്കരുതെന്നാണ് ഈ വചനം മുഖേന അള്ളാഹു കൽപ്പിക്കുന്നത്. കുലമഹത്വം, പൂർവ്വവൈദ്യം, ദുരഭിമാനം, ദുർവാശി, പ്രതികാര മനസ്ഥിതി, സ്വാർത്ഥ താൽപ്പര്യം ആദിയായ കാരണങ്ങളാൽ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളും ചിലപ്പോൾ നാട്ടുകാരിൽ സ്വാധീനശക്തിയുള്ളവരും ചിലപ്പോൾ മുമ്പ് വിവാഹമോചനം നടത്തിയ ഭർത്താക്കളും അവരുടെ പക്ഷക്കാരുമൊക്കെ ഇങ്ങനെ സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ സാധാരണമാണ്. മുൻ വചനത്തിലെന്ന പോലെ ഈ വചനത്തിലും ഈ വിഷയത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന പ്രാധാന്യവും അതിനെ അവഗണിക്കുന്നവർക്ക് അവൻ നൽകുന്ന താക്കീതും നോക്കുക. നിങ്ങളിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിച്ചു വരുന്നവർക്കാണ് ഇതു മുഖേന സതുപദേശം നൽകപ്പെടുന്നത് എന്ന് ആദ്യമായി ഉണർത്തുന്നു. ഈ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിനും വിശ്വാസമുള്ളവർ ഈ ഉപദേശം പാലിക്കാതിരിക്കുകയില്ല എന്ന് സാരം. തുടർന്നുകൊണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായതും വെടുപ്പുള്ളതും എന്നും പറയുന്നു. ഈ ഉപദേശം വിലവെക്കാതിരുന്നാൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾക്കത് നിന്ദ്യതക്കും അപമാനത്തിനും കാരണമാകും. അതുകൂടാതെ കഴിക്കണമെങ്കിൽ ഈ ഉപദേശം നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന് സാരം. അവസാനം അള്ളാഹുവിന് എല്ലാം അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഗുണദോഷങ്ങളെ സംബന്ധിച്ച് പോലും അറിയുവാൻ കഴിയുകയില്ല. അഥവാ അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഉപദേശിക്കുന്നതും ഇങ്ങനെയെല്ലാം വിവരിച്ചു തരുന്നതും എന്നും കൂടി ഉണർത്തിയിരിക്കുന്നു. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളുടെ ഗുണത്തിലുള്ള താൽപ്പര്യം എത്ര മഹത്വരം!